വന്നേ ചത്തോന്ന് അറിയാൻ വേണ്ടിട്ടാണോ? എത്ര തവണ ഞാൻ വിളിച്ചു, നിനക്ക് എന്റെ കോൾ എടുത്തോടെ? ഞാൻ പറയുന്നു ഓഫീസിലല്ലായിരുന്നോ? എനിക്ക് എപ്പോഴും തിരക്ക്. നിനക്ക് എന്നെ കാണാൻ എപ്പോഴെങ്കിലും ടൈം ഉണ്ടോ? ഇപ്പൊ വന്നില്ലേ? എന്നെ കാണുന്നേക്കാൾ ഇമ്പോർട്ടന്റ് നിനക്ക് നിന്റെ വർക്ക് മാത്രമാണോ? ഞാൻ ജോലി ചെയ്യുന്നില്ലേ, ക്വാർട്ടർ ഉണ്ടല്ലേ, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ഓഫീസിൽ തിരക്കുണ്ടെന്നുള്ളത്. ഞാൻ വൈകുന്നേരം നിന്നെ വിളിക്കാറില്ലേ? എത്ര പേര് എന്റെ പുറകിടുന്നേന്ന് അറിയോ? അവരെയൊക്കെ വിട്ടിട്ട് നിന്റെ പുറകെ വന്ന് എന്നെ പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് പീസ്. ഞാൻ പറയുന്നു ഒന്നും പറയണ്ട. നീ എപ്പോഴും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എന്റെ അടുത്ത് തന്നെ. നിന്റെ കൂടെ ഞാൻ പറ്റി. നീ എവിടെ പോവേ? എവിടെ കയറാൻ ഞാൻ പോയത്? ഞാൻ അന്ന് അങ്ങോട്ട് വരാം. ഞാൻ പറയട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് നേരത്തെ ഞാൻ എൻ്റെ പഴയ കല്യാണത്തിന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഞങ്ങൾക്ക് 5 പൈസ ഇല്ലായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് അവളെ നേരിട്ട് പോയി. അതുകൊണ്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം നിർബന്ധം കൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടല്ലേ? പ്ലീസ് ഇന്ന് മനസ്സിലാക്കുക. ഇങ്ങോട്ട് നോക്ക്, കണക്ക് മതിയോ? പിന്നെ എനിക്ക് ഒന്ന് നമ്മുടെ ഏജിക്ക് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നമ്മള് സ്നേഹിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? അതെ, ഷവർമ അടിക്കുന്ന പ്രശ്നം. കേക്ക് എന്നാ നിനക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോയാലും. മൂവി എന്തേലും പറ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി ലീവ് എടുത്തു വന്നല്ലേ? പ്ലീസ് ഇങ്ങോട്ട് നോക്കോ? എന്താ പറയാനുള്ളത്? നിന്റെ ഫോൺ ബെല്ലടിക്കണ്ടല്ലോ. നോക്കട്ടെ. ആരാ? സാന്ദ്ര. അപ്പൊ നിന്നെ എപ്പോഴും വിളിക്കാറുണ്ടല്ലേ? എന്തിനാ വിളിക്കണം? സത്യം പറഞ്ഞോ? ഇതാരാ? എന്തിനാ നിന്നെ വിളിക്കണേ?